നമ്മളെല്ലാവരും നെഞ്ചുവേദന വരുന്ന സമയത്ത് അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങളും ചില തീരുമാനങ്ങളുമാണ് നമ്മളെ എപ്പോഴും അപകടത്തിൽ കൊണ്ടു ചാടിക്കുന്നത്. ആയിരക്കണക്കിന് അറ്റാക്ക് പേഷ്യൻസിനെ ചികിത്സിച്ച ഡോക്ടർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും ഈ 5 മിസ്റ്റേക്കുകളാണ് രോഗികൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. എല്ലാ ദിവസവും ഈ തെറ്റുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഞാൻ കാണാറുണ്ട്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നെഞ്ചുവേദന വന്നാൽ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇത് കുറച്ച് കഴിയുമ്പോൾ താനെ പോകും എന്ന് ഉറപ്പായിട്ടും വിചാരിക്കും. ഗ്യാസാന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ വേറെ ആളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്, ഇനി ആശുപത്രിയിൽ പോയിട്ട് വെറുതെ എന്തിനാ കാശ് കളയുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ടത്, അഥവാ അത് അറ്റാക്കിന്റെ വേദനയാണെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റിലും ഹാർട്ടിന്റെ മാംസപേശികൾ എന്നേക്കുമായി മരിച്ചു പോകുന്നുണ്ട്. 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് ഹാർട്ടിന്റെ മാംസപേശികൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ട് ഹാർട്ട് ഫെയിലിയറിലേക്ക് എത്തിപ്പെടാറുണ്ട്. ഹാർട്ടിന്റെ നെഞ്ചുവേദന പോലും കുറച്ചു നേരം കഴിയുമ്പോൾ താനെ കുറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഗ്യാസിന്റെ വേദനയായിട്ട് ഇത് മാറിപ്പോയതാന്ന് വിചാരിക്കും. തെറ്റാണ്. മറ്റു ചിലർ രാത്രി നെഞ്ചുവേദന വരുമ്പോൾ രാവിലെ നീറ്റിട്ട് ആശുപത്രിയിൽ പോകാൻ എന്ന് വരെ വിചാരിച്ച് പുലർച്ചെ ജീവൻ നഷ്ടപ്പെടുന്നവരുണ്ട്. രണ്ടാമത്തെ മിസ്റ്റേക്ക്, ഹാർട്ട് അറ്റാക്കുമായിട്ട് ആശുപത്രിയിലേക്ക് സ്വന്തം ഡ്രൈവ് ചെയ്ത് വരുന്നവരുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. പലപ്പോഴും ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തായിരിക്കും അറ്റാക്ക് കാരണമുള്ള ഹാർട്ടിന്റെ മിടിപ്പ് താളം തെറ്റി കാർഡിയക് അറസ്റ്റ് സംഭവിക്കുക. അന്നേരം വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് അപകടങ്ങൾ വരാം. ഇതിനുള്ള പരിഹാരം ആംബുലൻസ് വിളിക്കുക എന്നുള്ളത് തന്നെയാണ്. ആംബുലൻസ് ആകുമ്പോഴുള്ള ഏറ്റവും പ്രധാന മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഒരു അപകടം വണ്ടിയിൽ വെച്ച് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുവിധം എല്ലാ സാമഗ്രികളും മരുന്നുകളും ഡീഫിബ്രില്ലേറ്ററും ആംബുലൻസിനകത്ത് കാണും. അതുപോലെ വിലപ്പെട്ട സമയം ട്രാഫിക്കിൽ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഏറ്റവും സ്പീഡിൽ തന്നെ നമ്മൾ എമർജൻസിയിലെത്തും. അപ്പോഴേക്ക് ആശുപത്രിയിലെ ഫുൾ ടീം നമ്മുടെ ഹാർട്ടിലെ ബ്ലോക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് സുസജ്ജമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആംബുലൻസിൽ എത്തുന്ന രോഗികളുടെ ഹൃദയത്തിലെ മാംസപേശികൾ പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. മൂന്നാമത്തെ മിസ്റ്റേക്ക്, നമ്മൾ സ്വയം മരുന്നെടുത്ത് കഴിക്കാൻ നോക്കുന്നുള്ളതാണ്. നെഞ്ചുവേദന വരുമ്പോൾ ഭൂരിപക്ഷം ആളുകളും ആദ്യം ചെയ്യുക ഗ്യാസിന്റെ മരുന്നെടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രധാന കാരണം, ഹാർട്ടിന്റെ നെഞ്ചുവേദന പലപ്പോഴും ഗ്യാസ് രൂപത്തിൽ തന്നെയാണ് വരിക 50% ആളുകൾക്കും. മാത്രമല്ല, ഗ്യാസിന്റെ ഗുളിക കഴിക്കുമ്പോൾ ഹാർട്ടിന്റെ നെഞ്ചുവേദന കുറയുന്നതായിട്ടും പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. ഇതൊരു പ്ലാസിബോ എഫക്റ്റ് ആണ്. ഇത് കാരണം വിലപ്പെട്ട ഒരുപാട് സമയം നഷ്ടപ്പെടാറുണ്ട്, ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നാലാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഹാർട്ടിന്റെ ലക്ഷണങ്ങളെ തിരിച്ചറിയപ്പെടാതെ പോകുക എന്നുള്ളതാണ്. 40% ഹാർട്ട് അറ്റാക്ക് രോഗികൾക്കും നെഞ്ചുവേദനയെ അനുഭവപ്പെടാറില്ല. ഇത് കാരണം നമ്മൾ ആശുപത്രിയിൽ എത്താൻ വൈകുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു. ചില ആളുകൾക്ക് ഒരു ലക്ഷണമില്ലാതെ സൈലന്റ് ആയിട്ടായിരിക്കും അറ്റാക്ക് സംഭവിക്കുക. മറ്റു ചിലർക്ക് ഛർദിയായിരിക്കും. ചിലർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഒരു ടെൻഷൻ മാത്രമായിട്ടാണ് അനുഭവപ്പെടുക. ഇനി 5ാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, പലരും കൃത്യമായിട്ട് കാര്യങ്ങൾ ഡോക്ടറോട് പറയൂല. വേദന ഉണ്ടെങ്കിലും അത് മുഴുവനായിട്ട് പറയൂല. വേദന മാറി എന്ന് പറയും. ചില ആളുകൾക്ക് ECG 2-3 തവണ എടുക്കേണ്ടി വരും, അതിന് സമ്മതിക്കൂല. ബ്ലഡിൽ ട്രോപ്പണിൻ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും, അതിന് സമ്മതിക്കൂല. ഇതെല്ലാം എത്രയോ ജീവൻ നഷ്ടപ്പെടുത്തിയത് ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്.